السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരു ദർസിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം റയ്യാൻ എന്ന സ്വർഗത്തിലെ നോമ്പുകാർക്കു വേണ്ടിയുള്ള കവാടം. ആ കവാടത്തിൻ്റെ താക്കോൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയമാണ് എന്ന ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. സ്വർഗത്തിൻ്റെ വാതിൽ, അതിനുള്ള താക്കോൽ എന്നുള്ളത് മനുഷ്യൻ്റെ ഉദ്ദേശശുദ്ധിയും അവൻ്റെ പ്രവർത്തനവുമാണ്. ഇത് ധാരാളം ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പരലോകത്ത് വിജയിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യം സൂറത്തു ശുഅറായിലെ 88, 89 ആയത്തുകളിൽ കാണാം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തും സന്താനങ്ങളും പരലോകത്ത് ഒരു ഉപകാരവും ചെയ്യുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ, സുരക്ഷിതമായ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ഹൃദയത്തോടുകൂടി പരലോകത്ത് വരുന്നവർക്ക് വിജയിക്കാം. അപ്പോൾ പരലോകത്തെ വിജയിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്നുള്ളത് സലീമായ ഒരു ഹൃദയമാണ്. ആ ഹൃദയം കൊണ്ടാണ് വിജയിക്കാൻ കഴിയുന്നത്. മറ്റ് സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ഒരുപാട് മക്കൾ, വലിയ സൗകര്യങ്ങൾ, വലിയ അധികാരങ്ങൾ, ഇതൊന്നും പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. മറിച്ച് നമ്മുടെ ശരീരത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു മുദ്ഗ, ആ ഒരു ചെറിയ മാംസകഷ്ണം, നമ്മുടെ ഹൃദയം, അതാണ് യഥാർത്ഥത്തിൽ പരലോക വിജയത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ച്, ഹൃദയത്തെ നന്നാക്കിയെടുത്ത് അതിലുള്ള ഈമാനും ഇഖ്ലാസും തഖ്വയുമൊക്കെ അതിൻ്റേതായ ശരിയായ രൂപത്തിൽ നമ്മൾ സംവിധാനിച്ചാൽ മാത്രമാണ് നാളെ പരലോകത്ത് സ്വർഗ കവാടങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും നോമ്പുകാരായ ആളുകളെ നോമ്പുകാരായി പരിഗണിക്കുന്നത് പോലും നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള നമ്മുടെ ഹൃദയശുദ്ധിയാണ്. ഹൃദയത്തെ നന്നാക്കി തീർക്കുന്നതിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രാധാന്യപൂർവ്വം നിലകൊള്ളുന്നത് നമ്മുടെ ഹൃദയത്തെ എങ്ങനെ നന്നാക്കിയെടുക്കാം, അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവാണ്. ആ അറിവുകൾ എമ്പാടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ് എന്ന ശക്തമായ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ ഹൃദയത്തിൽ ആ ബോധം എപ്പോഴും ഉണ്ടാകണം. അതാണ് നമ്മെ നന്നാക്കി തീർക്കുന്ന കാര്യം. സൂറത്തുൽ ബഖറയിലെ 235 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅലമു, മനുഷ്യരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസിക്കും, നിങ്ങളുടെ നഫ്സുകളിലുള്ളത് എന്താണ് എന്ന് അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സുകളിലുള്ളത് എന്താണ്, നിങ്ങളുടെ നിയ്യത്തുകൾ എന്താണ്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫഹ്ദറൂ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ വമീറിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. നമ്മുടെ സംസാരങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്, മനസ്സിൻ്റെ സംസാരം അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഈ 2 സിഫാത്തുകൾ പറയാനുള്ള കാരണം, ഈ 2 അസ്മാകൾ പറയാനുള്ള കാരണം, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് തൗബ ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിക്കൂ, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അതാണ് ഗഫൂറുൻ എന്നവിടെ പറഞ്ഞത്. ഹലീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തൊന്ന് കാണിക്കുകയും ഉള്ളിൽ മറ്റൊന്ന് ഒളിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹു അറിഞ്ഞിട്ടും അവന് സഹനശീലനാണ്. നിങ്ങൾക്ക് അവസരങ്ങൾ തരികയാണ് തൗബ ചെയ്ത് നന്നാവാൻ. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കാപട്യം കാരണത്താൽ, നിങ്ങളുടെ നിഫാഖ് കാരണത്താൽ, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ഇല്ലാത്ത കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പിടികൂടുമായിരുന്നു. പക്ഷേ അള്ളാഹു എല്ലാം സഹിക്കുകയും പൊറുക്കുകയും അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നവനാകുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ളത് അള്ളാഹു ശരിക്കും അറിയുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മനസ്സിനെ നന്നാക്കണം എന്നാണ്.
സൂറത്തു ഗാഫിറിലെ 19-ാമത്തെ ആയത്തിലും കാണാം, യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളുടെ കണ്ണുകൾ കട്ടുനോക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങളുടെ ദൃഷ്ടി നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മേലോട്ടോ താഴോട്ടോ എങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ചലിപ്പിച്ചാലും ഓരോ വ്യക്തിയുടെയും കോടാനു കോടി മനുഷ്യന്മാരുടെ കണ്ണുകളുടെ ചലനം പോലും അള്ളാഹു വ്യക്തമായി അറിയുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ, നിങ്ങളുടെ നെഞ്ചകത്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. അടിക്കടി നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരത്തെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശ്രദ്ധിക്കുവാനും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും പരലോകത്ത് വിജയിക്കുന്ന രൂപത്തിൽ ഹൃദയത്തെ മാറ്റിയെടുക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനകളിൽ, അത് നോമ്പാകട്ടെ, നമസ്കാരമാകട്ടെ, മറ്റേത് കാര്യങ്ങളാകട്ടെ, ഈ ആരാധനകളിലൊക്കെ നിറഞ്ഞു നിൽക്കേണ്ടത് ഈ ഒരു അറിവായിരിക്കണം. നിങ്ങൾ നോക്കൂ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ദീനിൻ്റെ വ്യത്യസ്ത മർത്തബകളെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യം ചോദിച്ചത് ഒന്നാമത്തെ മർത്തബയായ ഇസ്ലാമിനെക്കുറിച്ചാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ ശരീരം കൊണ്ട് ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ മറ്റൊരാൾക്ക് അയാളുടെ ഹൃദയത്തിലുള്ളത് എത്തി നോക്കാൻ കഴിയില്ല. ഈ കാര്യങ്ങൾ ബാഹ്യമായി ചെയ്യുന്നവനെല്ലാം ഒരു മുസ്ലിം സൊസൈറ്റിയിൽ മുസ്ലിമായി പരിഗണിക്കപ്പെടും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പക്ഷേ അയാൾ മുസ്ലിമായിരിക്കില്ല, പക്ഷേ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി മുസ്ലിമായി പരിഗണിക്കപ്പെടും. അതാണ് ഒന്നാമത്തെ മർത്തബ. എന്നാൽ രണ്ടാമതൊരു മർത്തബയുണ്ട്. ആ മർത്തബയിലെത്തിയാൽ ഒരാൾ ഇവിടെയും റബ്ബിൻ്റെ അടുത്തും ഒരേപോലെ മുസ്ലിമാണ്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് രണ്ടാമത് ചോദിച്ചത്, വമൽ ഈമാൻ. അതേ സന്ദർഭത്തിൽ ഈ രണ്ടിനേക്കാളും മികച്ചു നിൽക്കുന്ന ഇത് രണ്ടുമുണ്ടെങ്കിലും ഇനി പറയാൻ പോകുന്നതില്ലെങ്കിൽ ഇത് രണ്ടുകൊണ്ടും ഉപകാരമില്ല എന്നുള്ളതാണ്. അതേതാണ്? വമൽ ഇഹ്സാൻ എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. എന്താണ് ഇഹ്സാൻ? എന്താണ് സൽക്കർമ്മം? എന്താണ് പുണ്യകർമ്മം? എന്താണ് അമലു സ്വാലിഹാത്ത്? അതാണ് ആ ചോദ്യം. അതിന് നൽകപ്പെട്ട മറുപടി വളരെയധികം ശ്രദ്ധേയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അത് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഉലമാക്കൾ പറഞ്ഞു, ഹുവ ഇസ്തിഹ്ലാറു ഖുർബിഹി, അള്ളാഹു തൊട്ടടുത്തുണ്ട് എന്ന് മനസ്സിലേക്ക് കൊണ്ടുവരലാണ്. കാരണം റബ്ബിനെ നമുക്ക് കാണാൻ കഴിയില്ല ഈ ദുനിയാവിൽ വെച്ച്, പക്ഷെ എൻ്റെ റബ്ബ് എൻ്റെ മുന്നിലുണ്ട്. വഅന്നഹു ബൈന യദൈഹി കഅന്നഹു യറാഹ്, അള്ളാഹുവിനെ നമ്മൾ കാണുന്നത് പോലെ പടച്ച റബ്ബ് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഒരു അധ്യാപകൻ കയറി വന്നാൽ ആ കുട്ടികളുടെ അവസ്ഥ എന്താണ്? അതേപോലെ തന്നെ ജോലിയിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുക്കലേക്ക് അതിൻ്റെ മുദീർ കടന്നു വരുമ്പോൾ അയാളുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കുക. എങ്കിൽ റഹ്മാനായ റബ്ബ് എൻ്റെ മുന്നിൽ നിന്ന് എന്നെ നോക്കുന്നു എന്ന് തോന്നുമ്പോൾ പടച്ച റബ്ബിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന ഒരു അടിമയുടെ മനസ്സിൽ തോന്നുന്ന ഭയപ്പാടെന്താണ്? അതാണ് വദാലിക യൂജിബുൽ ഖശിയത വൽ ഖൗഫ വൽ ഹൈബത വത്തഅലീം. അങ്ങേയറ്റത്തെ പേടിയും ഖശിയത്തും അതേപോലെ തന്നെ ഹൈബത്ത്, വല്ലാത്തൊരു ബഹുമാനവും തഅലീം, വല്ലാത്തൊരു മഹത്വപ്പെടുത്തലും ഉണ്ടാകുമെന്നാണ്. ആ ഒരു വഖാറത്ത് ഒരു അടിമയുടെ മനസ്സിലുണ്ടാകും. പ്രത്യേകിച്ചും ഇബാദാത്തുകളുടെ സന്ദർഭത്തിലൊക്കെ അങ്ങേയറ്റത്തെ ഒരു ഖുശൂഅ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു, കാരണം അത്രയും ഭക്തിയോടുകൂടിയാണ് അവരത് നിർവഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയുണ്ടാകുമെന്നാണ്. ഈ മഖ്സദ്, ഈ ലക്ഷ്യം, ഇതാണ് ലക്ഷ്യമെന്ന് സ്ഥാപിക്കുന്ന ഹദീസാണ് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ റിവായത്തിൽ ഉപയോഗിച്ച പദം അൻ തഅബുദല്ലാഹ് എന്നല്ല, മറിച്ച് അവിടെ വന്നിട്ടുള്ള ആ റിവായത്തിലുള്ളത് അൻ തഖ്ശല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ പേടിക്കലാണ് എന്ന് പറഞ്ഞാൽ റബ്ബ് നമ്മുടെ മുന്നിൽ വന്നാൽ എന്തൊരു പേടിയാണോ ശരിക്കും ഉണ്ടാവേണ്ടത്, അതേ ഒരു പേടി അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നാണ്. എന്നാൽ ആ അവസ്ഥയിലേക്ക് എപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത്തൊരു മർത്തബയുണ്ട്, അതിലൂടെ ഒന്നിലേക്ക് എത്താൻ ശ്രമിക്കണമെന്നാണ്. അതെന്താണ്? ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇനി അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിനക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത്തെ അവസ്ഥ എന്തായാലും ഉണ്ടാകണം. എന്താണത്? അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം വേണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യം ഉണ്ടാകുമെന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഒന്ന്, ഇബാദാത്തുകളെ നന്നാക്കി തീർക്കും. നോമ്പ് നോൽക്കുമ്പോൾ നന്നായി നോമ്പ് നോൽക്കും. കാരണം ആളുകൾ നോക്കുന്നു എന്നതല്ല,
എൻ്റെ നോമ്പ് അള്ളാഹു കാണുന്നുണ്ട്, എൻ്റെ നമസ്കാരം അള്ളാഹു കാണുന്നുണ്ട്, എൻ്റെ സദഖ അള്ളാഹു കാണുന്നുണ്ട്, എൻ്റെ ഹജ്ജ് അള്ളാഹു കാണുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്ത വരുമ്പോൾ പിന്നെ അള്ളാഹുവിനെ കാണിക്കുക എന്നല്ലാതെ മറ്റൊരാളെ കാണിക്കുക എന്ന ചിന്ത ഉണ്ടാവുന്നില്ല. അപ്പോൾ ഹൃദയത്തിലേക്ക് നോക്കുന്നു അള്ളാഹു, അതുകൊണ്ട് ഹൃദയത്തിലെ നിയ്യത്തും നന്നാക്കും. കർമ്മങ്ങളിലേക്ക് നോക്കുന്നു അള്ളാഹു, അതുകൊണ്ട് കർമ്മങ്ങളും നന്നാക്കി തീർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയും ഏറ്റവും ഭയഭക്തിയോടുകൂടിയും ആ വ്യക്തി അത് നിർവഹിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഈ ഒരു ഭയപ്പാട് റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മനസ്സിനെ നന്നാക്കി തീർത്തെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഇബാദത്തായി അള്ളാഹു നമ്മളിൽ നിന്ന് പരിഗണിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നാളെ സ്വർഗ്ഗലോകത്ത് പോകുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുകയുള്ളൂ. ഇനി നോക്കൂ നിങ്ങൾ, പരിശുദ്ധ റമളാനിലെ നോമ്പ് നമ്മളെ നിരന്തരമായി പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഈമാനിനെയും ഇഖ്ലാസിനെയും നിരന്തരമായ വിചാരണയ്ക്ക് വിധേയമാക്കാനാണ്. അതുകൊണ്ടാണ് നോമ്പെന്നോ ഖിയാമുൽ ലൈലെന്നോ മുജറദായി പറയാതെ അവിടെ പ്രത്യേകം പറഞ്ഞത് മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ. അവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്ത കാര്യം എന്താണ്? ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാണ്. ഓരോ ദിവസവും ഈമാനോടുകൂടി നമ്മുടെ ഈമാനിൻ്റെ അവസ്ഥ, അതിലെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഇഹ്തിസാബ്, നമ്മുടെ നിയ്യത്തിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ നിരന്തരം പരിശോധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മാസമാണ് റമളാൻ. റമളാനിലെ നോമ്പ് നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ ഹൻളല റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ ഹൻളല റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് ഒരു പ്രയാസം തോന്നുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ അൻത യാ ഹൻളല, ഓ ഹൻളല എന്താണ് വിശേഷം, എന്താണ് സുഖമല്ലേ, സൗഖ്യമല്ലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഹൻളല റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാഫഖ ഹൻളല, ഹൻളല മുനാഫിഖായിരിക്കുന്നു. അക്കാലഘട്ടത്തിൽ ഒരാൾ മുനാഫിഖായി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു മീനിങ്ങും ഒരു പ്രശ്നവുമുള്ള കാലഘട്ടമാണ്. കാരണം മദീനയിൽ മുനാഫിഖീങ്ങളുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിലും സഹാബത്തിനെതിരിലും പലതും ഗൂഢമായി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരാൾ നിഫാക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു മുനാഫിഖായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നമുണ്ടാക്കുന്നൊരു വാക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, നാഫഖ ഹൻളല, ഹൻളല മുനാഫിഖായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മാ തഖൂൽ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് ഇന്നാ നകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസുനാ അനിൽ ജന്നതി വന്നാർ കഅന്നാ റഅയ ഐനിൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് നമ്മളിരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ റസൂലുള്ള പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നമുക്കത് ഫീൽ ചെയ്യുകയും നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഈമാൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടല്ലോ. അതെ, ശരിയാണ്. എന്നാൽ ഫഇദൻ സറഫ്നാ മിൻ ഇൻദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഫസ്നൽ ഔലാദ വൽ അസ്വാജ വല്ലൈആതി നസീനാ കസീറ. എന്നാൽ നമ്മൾ വീട്ടിലേക്ക് പോയാൽ, ഭാര്യയുടെ അടുക്കലേക്ക് പോയാൽ, മക്കളുടെ അടുക്കലേക്ക് പോയാൽ, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലേക്ക് പോയാൽ ഈ പറഞ്ഞതിൽ അധികവും നമ്മളോട് മറന്നു പോകുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ഞാൻ ഭയപ്പെടുന്ന നിഫാക്ക്. അങ്ങനൊരു ഫീലിംഗ് എനിക്കുണ്ട്. അപ്പോൾ എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എനിക്കും അതുപോലെ തോന്നാറുണ്ട്. നമുക്കെല്ലാവർക്കും വല്ലാഹി ഇന്നാ ലനജിദു മാ തഖൂൽ, ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു ഫീലിംഗിലാണ്. അപ്പോൾ അത് നിഫാക്കാണോ? അവർ ഭയപ്പെടുകയാണ്, അവർ പേടിക്കുകയാണ്. അവരുടെ മനസ്സിൽ ഈമാൻ കുറഞ്ഞുപോയി, ഈമാനിന് പകരം ഞങ്ങളൊരു മുനാഫിഖാണോ എന്ന് സ്വഹാബത്ത് ഭയപ്പെട്ടു പോവുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവരെത്തി ഈ വിഷയം പറഞ്ഞു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി? വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ലൗ തദൂമൂന അലല്ലദീ തകൂനൂന അലൈഹി ഇൻദി ലസാഫഹത്കുമുൽ മലായികതു ഫി തുറുഖാതി വഅലാ ഫുറുഷികും വലാകിൻ യാ ഹൻളല സാഅതൻ വസാഅ സാഅതൻ വസാഅ സാഅതൻ വസാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹൻളല, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ ഉണ്ടാകുന്ന അതേ മാനസികാവസ്ഥയിലാണ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴും വഴികളിലൂടെ നടക്കുമ്പോഴും വീട്ടിൽ പോകുമ്പോഴുമൊക്കെ അതേ ഈമാനികമായ അവസ്ഥയിലായിരുന്നെങ്കിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് കൈകൾ തരുമായിരുന്നു. അതേ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, അത്രയും ഈമാനികമായ ഒരവസ്ഥ കൊണ്ട്. പക്ഷേ ഹൻളല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇടക്ക് ഈമാൻ കൂടും, ഇടക്ക് കുറയും, ഇടക്ക് ഈമാൻ കൂടും, ഇടക്ക് കുറയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അത് നിഫാഖാണെന്ന് കരുതണ്ട എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൻളലയോട് അങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞില്ല എന്നാണ് ഈ ഹദീസിൻ്റെ ഷറഹിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും, പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു ജാഗ്രത നല്ലതാണ്. പക്ഷേ മുനാഫിഖായി എന്ന് ഭയപ്പെടേണ്ടതില്ല.
ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ആ ഒരു ജാഗ്രതയെക്കുറിച്ച് അങ്ങനെ ഒരു ജാഗ്രത തന്നെ വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നിരന്തരമായി സ്വഹാബികൾ തങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥക്ക് മാറ്റം വരുന്നതിനെ ഭയപ്പെട്ടിരുന്നു. ജുബൈർ ഇബ്നു നുഫൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിലെ അവസാനത്തെ തശഹുദിൽ ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന യസ്തഈദു ബില്ലാഹി തആല മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. പടച്ച റബ്ബേ, എന്നെ കാപട്യമുള്ളവനാക്കല്ലേ, ഉള്ളിലൊന്നും പുറത്തൊന്നും പ്രവർത്തിക്കുന്നവനാക്കി നീ എന്നെ മാറ്റല്ലേ റബ്ബേ, എനിക്ക് നീ ഇഖ്ലാസും ഈമാനും തഖ്വയും നൽകണമേ എന്ന് അദ്ദേഹം ധാരാളമായി പ്രാർത്ഥിച്ചപ്പോൾ മഹാനായ ഒരു സഹാബിയാണല്ലോ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ചു, വമാലക അൻത യാ അബൂദർദാ വൻ നിഫാഖ്, ഓ അബൂദർദാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാഹിബേ, നിങ്ങളും നിഫാഖും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുമ്മ ഗഫറൻ സലാസ, 3 തവണ അദ്ദേഹം അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറഞ്ഞു. കാരണം ആ ചോദിച്ച ചോദ്യം അസ്ഥാനത്തുള്ള ചോദ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻ യഅ്മനുൽ ബലാ, പരീക്ഷണത്തെ സംബന്ധിച്ച് ആർക്കാണ് നിർഭയത്വം? വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു, വല്ലാഹി ഇന്നർ റജുല ലയുഫ്തതനു ഫീ സഅത്തിൻ വാഹിദ ഫയൻഖലിബു അൻ ദീനിഹി. ഒരു വ്യക്തി ഒരു നിമിഷ നേരത്തെ ഒരു പരീക്ഷണം കൊണ്ട്, ഒരാളുടെ ഒരു വാക്കായിരിക്കാം, ഒരാളുടെ ഒരു പ്രവൃത്തിയായിരിക്കാം, എന്തിനേറെ മറ്റൊരാളോടുള്ള ദേഷ്യം പോലും ഒരാളെ തൻ്റെ ദീനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. വെറുതെ വേറൊരാളോട് ദേഷ്യം, ഒരു മുഅ്മിനായ മനുഷ്യനോട് എന്തോ ഒരു വിഷയത്തിൽ ദേഷ്യം പിടിച്ചു എങ്കിൽ നിൻ്റെ ആദർശം എനിക്ക് വേണ്ട, നിൻ്റെ പ്രസ്ഥാനത്തിൽ ഞാനില്ല, നിൻ്റെ ആദർശം എനിക്ക് വേണ്ട, അങ്ങനെ പറഞ്ഞ് ദീനിൽ നിന്ന് തന്നെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ നിന്ന് തന്നെ തെറ്റിപ്പോവുകയാണ്. ഏതെങ്കിലും ഒരാളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും ഒരു ദേഷ്യം, ചെറിയ കാര്യങ്ങൾ മതി ദീനിൽ നിന്ന് തന്നെ ഒരാൾ പുറത്തേക്ക് പോകാൻ. പിന്നെ എങ്ങനെ ഭയപ്പെടാതിരിക്കും? നിമിഷങ്ങൾ കൊണ്ടാണ് ആളുകളുടെ മനസ്സ് മാറി മറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ സംബന്ധിച്ചുള്ള നിരന്തരമായ ചിന്ത, ഈമാനും ഇഹ്തിസാബും, ഈമാൻ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടോ? റിയാ ഇല്ലാതെ, സുമഅത്തില്ലാതെ, മറ്റു ഭൗതിക താല്പര്യങ്ങളില്ലാതെ റബ്ബിൻ്റെ പ്രതിഫലം മാത്രമാണോ എൻ്റെ ഹൃദയത്തിൽ? ഇതിങ്ങനെ നിരന്തരമായ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കണം എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇബ്നു അബി മുലൈക എന്ന് പറയുന്ന താബിഈ റളിയല്ലാഹു അൻ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻഹും മിൻ അഹദിൻ ഇല്ലാ വഹുവ യഖ്ശാ അലാ നഫ്സിഹി നിഫാഖ്. ഞാൻ 30-ലധികം സ്വഹാബികൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. 30-ലധികം സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ട 30 സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്വഹാബികൾ എന്നർത്ഥം, മറ്റു സ്വഹാബികളെ കണ്ടിട്ടില്ല. അപ്പോൾ 30ഓളം സ്വഹാബികളെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും തങ്ങളുടെ വിഷയത്തിൽ നിഫാഖിനെ ഭയപ്പെട്ടവരായിരുന്നു എന്നാണ്. അവരെപ്പോഴും പേടിക്കുകയാണ്, എൻ്റെ ഈമാനിൽ എന്തെങ്കിലും തകരാറുണ്ടായോ, നിഫാഖ് കടന്നു വന്നോ എന്ന് ഭയപ്പെടാത്ത ഒരൊറ്റ സ്വഹാബിയെയും എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നാണ്. അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അന്നഹു മാ മിൻ മുഅ്മിനിൻ സ്വഹീഹിൽ ഈമാൻ ഇല്ലാ വഹുവ യഖാഫു അലാ നഫ്സിഹി മിനൻ നിഫാഖ് വഅന്നഹു ലാ യഖാഫു നിഫാഖ വലാ യഖ്ശാഹു ഇല്ലാ മുഅ്മിനുൻ വലാ യഅ്മനുഹു ഇല്ലാ മുനാഫിഖുൻ. ഒരാളുടെ ഈമാൻ സ്വഹീഹാണെങ്കിൽ അതിൻ്റെ അടയാളമാണ് നിഫാഖിനെ ഭയപ്പെടൽ എന്നാണ്. എന്നാൽ ചില ആളുകൾ ധരിച്ചിട്ടുള്ളത്, എനിക്ക് അങ്ങനെയുള്ളൊരു വിഷയത്തെക്കുറിച്ച് എനിക്ക് യാതൊരു പേടിയുമില്ല, ഞാൻ പെർഫെക്റ്റാണ് എന്നൊരുത്തൻ ചിന്തിച്ചാൽ അത് നിഫാഖിൻ്റെ അടയാളമാണ് എന്നാണ്. അതുകൊണ്ട് നിഫാഖിനെക്കുറിച്ച് നിർഭയത്വമുണ്ടാകുന്നത് മുനാഫിക്കിനും, നിഫാഖിനെക്കുറിച്ച് ശരിയായ പേടിയുണ്ടാകുന്നത് യഥാർത്ഥ മുഅ്മിനിനുമാണ് എന്ന് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി. അത്രമാത്രം അവർ ഹൃദയത്തെ ശ്രദ്ധിച്ചിരുന്നു. കാരണം സ്വർഗവാതിലുകളുടെ താക്കോലുകൾ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ്. അതിൽ കളങ്കം വന്നാൽ ഒരു ചാണകലത്ത് വെച്ച് സ്വർഗം നഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബിയുടെ പേര് പറയപ്പെട്ടു. ഒരു വ്യക്തി, സഹാബി എന്ന് പറയാൻ സാധിക്കുമോ അല്ലാഹു ആലം. എന്തായിരുന്നാലും ആ വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതായി സഹാബികൾക്ക് ഫീമായ ബുദൂലിന്നാസ് ജനങ്ങൾക്ക് തോന്നുകയാണ്. കാരണം ഇസ്ലാമിൻ്റെ പക്ഷത്തു നിന്ന് നന്നായി പോരാടുകയാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്തു. ആ വ്യക്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഹുവ ഫിന്നാർ, ആ വ്യക്തി നരകത്തിലാണ്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. മുൻകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ആ വ്യക്തി നരകത്തിലാണ്, കാരണം നന്നായി യുദ്ധം ചെയ്യുന്നു. സ്വഹാബികൾ ചെന്നു, ആ വ്യക്തി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെയാണോ എന്ന് നിരീക്ഷിച്ചു. അവസാനം അവർ കാണുകയാണ് സ്വന്തം വയറ്റിലേക്ക് വാള് കുത്തിയിറക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. ഈ വാർത്ത നബിയോട് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചില ആളുകളുണ്ട് സ്വർഗ്ഗക്കാരുടെ പണിയെടുത്തുകൊണ്ടേയിരിക്കും, അവസാനം സ്വർഗവും അയാളും തമ്മിൽ ഒരു ചാണകലമാകുമ്പോൾ നരകക്കാരൻ്റെ പണിയെടുത്ത് നരകത്തിലേക്ക് പോകും. ആദല്ലാഹ്. ആ ഹദീസിൻ്റെ ഷറഹിൽ ചില പണ്ഡിതന്മാർ പറയുന്നത്, ഒരു വേള അദ്ദേഹം ആത്മഹത്യ ചെയ്തതിൻ്റെ കുറ്റം അദ്ദേഹത്തിന് ലഭിച്ചേക്കാം, സഹാബിയാണെങ്കിൽ പോലും.
അല്ല എങ്കിൽ രണ്ടാമത്തൊരു സാധ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ, ആത്മാർത്ഥതയില്ലെങ്കിൽ, തൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് ജനങ്ങളെ കാണിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അയാൾ ചെയ്തതെങ്കിൽ അവസാന നിമിഷത്തിൽ അത് പുറത്തു വരും. സമൂഹത്തിന് തന്നെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ അത് പുറത്തു വരും. റബ്ബിൻ്റെ അടുത്ത് അത് വെളിവാകും. അങ്ങനെ ആ വ്യക്തി തൻ്റെ ശരിയായ അവസ്ഥയിലേക്ക് മരിക്കുന്ന സമയത്ത് മടങ്ങുകയും അങ്ങനെ അയാൾ നരകക്കാരനായി തീരുകയും ചെയ്യും. ഹൃദയത്തിൽ ആത്മാർത്ഥത സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മരണസമയത്ത് വലിയ അപകടം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ നിമിഷവും നമ്മുടെ ഹൃദയത്തിലെ ഈമാനും ഇഖ്ലാസും പരിശോധിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് സമാനമായ ഒരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. സഹീഹായ ഹദീസാണ്. ലഅലമന്ന അഖ്വാമൻ യഅതൂന യൗമൽ ഖിയാമത്തി ബിഅഅമാലിൻ കഅംസാലി ജിബാലി തിഹാമത ബീദാ ഫയജ്അലുഹ അല്ലാഹു ഹബാഅൻ മൻസൂറ. തിഹാമ പർവ്വതം പോലെ വലിയൊരു പർവ്വതമാണ് തിഹാമ പർവ്വതം. ആ തിഹാമ പർവ്വതത്തിൻ്റെ അത്രയും നമസ്കാരവും നോമ്പും സക്കാത്തുമായിട്ട് ചില ആളുകൾ വരും. പക്ഷേ അവരുടെ അമലുകളെല്ലാം അള്ളാഹു കാറ്റിൽ പറത്തിക്കളയുമെന്നാണ്. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബി അവരുടെ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ നിങ്ങളെപ്പോലെ തന്നെയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, രാത്രി വരെ നമസ്കരിക്കുന്ന ആളുകളാണ്. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹ. ഒരു ഹറാമും അയാളും ഒറ്റക്കായാൽ അയാൾ ആ ഹറാമ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അയാൾ ഒറ്റക്കായാൽ ചെയ്യുന്നു എങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു പേടിയും അയാളുടെ മനസ്സിലില്ല എന്നതിൻ്റെ അടയാളമാണത്. മറിച്ച് ജനങ്ങളെ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആളുകൾ കാണുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇസ്ലാം ഹറാമാക്കിയത് ആളുകളില്ലാത്തപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്നുവെങ്കിൽ റബ്ബിനെക്കുറിച്ചുള്ള യാതൊരു ഭയപ്പാടുമില്ലാത്ത ഒരു വ്യക്തിയാണ് അയാൾ എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ നോമ്പും അയാളുടെ നമസ്കാരവും ഒക്കെ അള്ളാഹുവിനെ കാണിക്കാനല്ല, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. റബ്ബിനെക്കുറിച്ചുള്ള ശരിയായ പേടിയില്ലാത്തതുകൊണ്ട് ആ അമലുകളെല്ലാം ബാത്തിലായി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഹദീസിൻ്റെ ഷറഹ് പറയുന്നിടത്തും ഉലമാക്കൾ പറഞ്ഞത് രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആ വ്യക്തിയുടെ അമലിന്, അതല്ലെങ്കിൽ അദ്ദേഹം ഹറാമുകൾ ചെയ്യുമ്പോൾ അതിനവസരം കിട്ടുമ്പോൾ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുന്നത്. ഒന്ന്, അള്ളാഹുവിലുള്ള ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോഴാണ്. രണ്ടാമത്തത്, നബിയുടെ ചര്യക്കനുസരിച്ചല്ല അയാൾ നോമ്പ് നോറ്റതും നമസ്കരിച്ചതുമെല്ലാം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അമലു സ്വാലിഹാത്തുകൾ ബാത്തിലായി പോകുന്നതാണ്. അപ്പോൾ ഒന്ന്, ബിദ്അത്തുകൾ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തത്, ഇഖ്ലാസ് വളരെ നിർബന്ധമാണ്. മനസ്സിൻ്റെ ശുദ്ധിയാണ് നമ്മുടെ വിജയത്തിന് കാരണമായി തീരുന്നത്. ധാരാളക്കണക്കിന് ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ നിലക്കുള്ള ഹദീസുകളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഞാൻ പങ്കുകാരിൽ നിന്ന് ധന്യനാണ്. ആരെങ്കിലും ഒരു അമൽ എന്നിൽ പങ്കു ചേർത്തുകൊണ്ട് ചെയ്താൽ ആ അമൽ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഈ 7 വിഭാഗത്തിൻ്റെയും ക്വാളിറ്റി എന്നുള്ളത് അള്ളാഹുവിനെ ഉള്ളിൽ ഭയപ്പെടുന്നു എന്നുള്ളതാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത 7 വിഭാഗം, മറ്റൊരു തണലുമില്ലാത്ത ദിവസത്ത് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ തണൽ നൽകുന്നതാണ്. അതിൽ ഒന്ന്, അൽ ഇമാമുൽ ആദിലു, നീതിമാനായ ഒരു ഭരണാധികാരി. ഒരു ഭരണാധികാരിക്ക് വേണമെങ്കിൽ പടച്ചവനെ പേടിയില്ലാത്തൊരു ഭരണാധികാരിക്ക് തൻ്റെ ഭരണാധികാരം ഏത് നിലക്ക് ഉപയോഗപ്പെടുത്താം. കാരണം ആ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ വേറൊരാളില്ല. അദ്ദേഹമാണ് ഇമാമ്, അദ്ദേഹമാണ് നേതാവ്, അദ്ദേഹം പറയുന്നതാണ് നാട്ടിലെ നിയമം. എന്നിരിക്കെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ ശിക്ഷിക്കാനോ ആരുമില്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. എന്നിട്ടും നീതി മുറപ്രകാരം നിർവഹിക്കുന്ന ഒരു ഭരണാധികാരി അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കല്ലാതെ അങ്ങനെ നീതിമാനായ ഒരു ഭരണാധികാരി ആയിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു യുവാവ്. കാരണം യുവത്വം എന്ന് പറയുന്നത് എല്ലാ തിന്മകളിലേക്കും ശക്തമായി പ്രേരണ നൽകുന്നതാണ്. മാത്രമല്ല ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഉദുറും പറയാം, അതെൻ്റെ യുവത്വ കാലഘട്ടമല്ലേ, കുറച്ചൊക്കെ പക്വത എനിക്ക് എത്തിയിട്ടില്ലല്ലോ, 40 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ എന്ന് അയാൾക്ക് ഉദുറും പറയാം. പക്ഷേ എന്നിട്ടും അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകാൻ ഒരു യുവാവിന് സാധിക്കണമെങ്കിൽ അത്രമാത്രം അള്ളാഹുവിനെ ഭയപ്പെടുന്ന യുവാക്കൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് റബ്ബിനെ ഭയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നാണ്. മൂന്നാമത്തത്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, അള്ളാഹുവിൻ്റെ ഭവനവുമായി നിരന്തരം ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ടൊരു വ്യക്തി. 5 വക്ത് നമസ്കാരവും ജമാഅത്ത് നമസ്കാരവും അതിനു പുറമെ
പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിപാലനം, അള്ളാഹുവിൻ്റെ പള്ളിയെ സംബന്ധിച്ചുള്ള ചിന്ത, അതിൻ്റേതായ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെ പള്ളിയുമായി നിരന്തരം ഹൃദയം ബന്ധിപ്പിക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ ഒരു അടയാളമാണ്. ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ കാത്ത് സംരക്ഷിക്കുന്നത് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ് എന്നാണ്. ഈമാനിൻ്റെ അടയാളമാണ് മസ്ജിദുകളുമായിട്ടുള്ള ബന്ധം എന്നാണ് ആ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ വറജുലാനി തഹാബ്ബാ ഫില്ലാ ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി. രണ്ടാളുകൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി അവർ വേർപിരിയുകയും ചെയ്തു. ഇവിടെ വേർപിരിയുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അവർ രണ്ടുപേരും തെറ്റുക എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം അള്ളാഹുവിന് വേണ്ടി ചെയ്ത ആ ആളുകൾ അള്ളാഹുവിന് വേണ്ടി തെറ്റുകയില്ല. മറിച്ച് അവർ ഒരുമിച്ചാലും അവർ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച്, അതല്ലാതെ ഭൗതികമായ താല്പര്യമൊന്നുമില്ലാതെ പരസ്പരം സ്നേഹിക്കുക. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ റബ്ബിന് വേണ്ടി മാത്രം സ്നേഹിക്കുക, അതും ഇഖ്ലാസിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ വറജുലുൻ ത്വലബത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. സ്ഥാനമാനവും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ഒരു തോന്നിവാസം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് എനിക്ക് റബ്ബിനെ പേടിയാണ്, ഞാനിതിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക. അതേപോലെ തന്നെ വറജുലുൻ തസദ്ദഖ അഖ്ഫാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനു. വലത് കൈ ചെലവഴിക്കുന്നത് ഇടത് കൈയെ പോലും അറിയിക്കാതെ, ആരെയും അറിയിക്കാതെ, ഒരു മനുഷ്യനെയും അറിയിക്കാതെ ആവശ്യക്കാരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുക. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത ഐനാ. ഒറ്റക്കിരുന്ന് ആരുമില്ലാത്തപ്പോൾ ഹറാമല്ല ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, നേരത്തെ പറഞ്ഞവരുടെ പ്രത്യേകത എന്താണ്? ഒറ്റക്കായപ്പോൾ ഹറാമ് ചെയ്തു. എന്നാൽ ഇവിടെയോ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത ഐനാ. ഒറ്റക്കായപ്പോൾ അള്ളാഹുവിനെയാണ് ഓർക്കുന്നത്. എന്നിട്ട് കരയുന്ന ആളുകൾ, റബ്ബിനെ ഓർത്ത് കരയുക, പരലോകത്തെ ഓർത്ത് കരയുക, സ്വർഗ്ഗ നരകങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുക. അങ്ങനെ ഒറ്റക്കാകുമ്പോഴും അള്ളാഹുവിനെ ഓർക്കാൻ പറ്റുക എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥയാണത്. അത്തരം അവസ്ഥകളിലേക്ക് എത്തുന്ന ഹൃദയത്തെ ശുദ്ധീകരിച്ച ആളുകൾക്കാണ് നാളെ മഹ്ശറിൽ, നാളെ ഖിയാമത്ത് നാളിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മനസ്സിലാക്കി തന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ദുനിയാവിലും രക്ഷപ്പെടാനുള്ള വഴി എന്നുള്ളത് ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ്. ശരിക്കും ശ്രദ്ധിക്കുക, നാമൊക്കെ ഒരുപാട് പ്രതിസന്ധികളിൽ അകപ്പെടുന്നവരാണ്. ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വല്ല അവസ്ഥയുമുണ്ടോ? നമ്മുടെ അമലുകളിലെ ഇഖ്ലാസിൻ്റെ കുറവ് കൊണ്ടാണത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, 3 ആളുകൾ ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയി. ശക്തമായ മഴയും കാറ്റും, ഗുഹയിൽ അഭയം തേടിയതാണ്. പക്ഷേ ആ കാറ്റ് കാരണം, മഴ കാരണം വലിയൊരു പാറക്കഷ്ണം വന്ന് ഗുഹാമുഖത്ത്, ഒരിക്കലും അവർ 3 ആളും ശ്രമിച്ചാൽ മാറ്റാൻ പറ്റാത്ത അത്രയും വലിയ ഒരു പാറക്കല്ല് വന്ന് മുന്നിൽ നിൽക്കുകയാണ്. ഇഖ്ലാസ് എന്ന ഒറ്റ ആയുധം കൊണ്ടാണ് ആ പാറക്കല്ല് മാറിയത്. അമൽ കൊണ്ട് മാത്രമല്ല, ഇഖ്ലാസ് എന്ന ഒറ്റ ആയുധം. 3 ആളുകളും റഹ്മാനായ റബ്ബിനോട് പറഞ്ഞത്, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നി ഫഅൽതു ദാലിക ലിവജ്ഹിക ഖാലിസൻ ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീ. റഹ്മാനായ റബ്ബേ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ നന്നായി നോക്കി എന്നൊരാൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു തൊഴിലെടുത്ത് കൂലി വാങ്ങാതെ പോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ആ കൂലി ഞാൻ എടുത്തു വെച്ച ഒരാടായിരുന്നു. പിന്നീട് അത് പ്രസവിച്ച് ഒരുപാട് ആടുകളായി. പക്ഷേ അദ്ദേഹം വന്നപ്പോൾ അത് മുഴുവൻ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. കാരണം അദ്ദേഹത്തിന് കൊടുക്കേണ്ട അതിൽ നിന്നാണ് ഈ ആടുകളൊക്കെ ഉണ്ടായത്. അതെല്ലാം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. റബ്ബേ, നിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചാണെങ്കിൽ. 3-ാമത്തെ ആൾ പറഞ്ഞു, വ്യഭിചരിക്കാൻ അവസരമുണ്ടായി. പക്ഷെ ആ പെണ്ണ് എന്നോട് പറഞ്ഞു, താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന്. ആ ഒരൊറ്റ വാക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടി. ഞാൻ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ 3 ആളും പറയുകയാണ്, പടച്ച റബ്ബേ, നിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചാണ് ഞങ്ങളത് പ്രവർത്തിച്ചത് എന്ന് നീ അറിയുന്നുവെങ്കിൽ ഞങ്ങളെ ഈ പ്രയാസത്തിൽ നിന്ന് നീക്കണമെന്നാണ്. ഒരാൾ പറഞ്ഞപ്പോൾ അല്പം നീങ്ങി, 2-ാമത്തേത് പറഞ്ഞപ്പോൾ വീണ്ടും നീങ്ങി, 3-ാമത്തെ ആൾ പറഞ്ഞപ്പോൾ അത് മുഴുവനായി നീങ്ങുകയും അവരവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഇഖ്ലാസോടുകൂടി ചെയ്ത അമലാണ് അവിടെ പറയപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. മാത്രമല്ല, അത് ഇഖ്ലാസോടുകൂടിയായിരുന്നു എന്ന് അള്ളാഹു അംഗീകരിച്ചതിൻ്റെ തെളിവാണെന്ത്? ആ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഉത്തരം കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇഖ്ലാസോടുകൂടി ഒരു അമല് ചെയ്യുക, അള്ളാഹു അത് അംഗീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിലെ മുഴുവൻ വിഭവങ്ങളും കിട്ടുന്നതിനേക്കാൾ വമ്പിച്ച ഖൈറായ കാര്യമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ മുന്നിൽ അടക്കപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ മനസ്സിലെ ഇഖ്ലാസ്, അതുകൊണ്ട് മാത്രമേ അത് നടക്കുകയുള്ളൂ. കുറേ ചപ്പടി വിദ്യകൾ കൊണ്ടോ ലാഹിറായ കുറേ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടോ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. റയ്യാൻ എന്ന കവാടം സ്വായിമുകളുടെ മുമ്പിൽ തുറക്കുന്നത് സ്വായിമായിരിക്കുമ്പോഴാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക എന്നതല്ല, ഹൃദയവും വാക്കുകളും പ്രവർത്തനങ്ങളും നന്നായി തീരുക. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ ഒരു നല്ല മനുഷ്യനായി തീരുക. അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ലാതെ ദുനിയാവിലെ ഒന്നും ഉദ്ദേശിക്കാതിരിക്കുക. അങ്ങനെ കറകളഞ്ഞ ഒരു നല്ല വ്യക്തിത്വം, അകവും പുറവും
കറകളഞ്ഞ വ്യക്തികളാണെങ്കിൽ നാളെ ഖിയാമത്ത് നാളിലെ സ്വർഗ്ഗത്തിലെ ഉറഫയെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ്. പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്ക് കാണാം, അകത്ത് നോക്കിയാൽ പുറത്തേക്കും കാണാം. അഥവാ ലാഹിറിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും അങ്ങോട്ട് നോക്കിയാലും വ്യക്തമാകുന്ന സ്ഫടികം പോലെയുള്ള മനസ്സ്. ആ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് അമലിലുള്ളത്. ആ അമൽ എന്താണോ അത് തന്നെയാണ് മനസ്സിലുള്ളത്. കണ്ണാടി പോലെ കാണാൻ പറ്റും. അമലിൽ നിന്ന് അയാളുടെ ഹൃദയം എന്താണ് എന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് സ്വർഗവും സ്വർഗ്ഗലോകത്തിലെ അറകളും എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ നിലക്ക് റമളാനിനെ, നോമ്പുകളെ, മറ്റ് ഇബാദാത്തുകളെ എല്ലാം ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഈമാനിനെയും ഇഖ്ലാസിനെയും ശുദ്ധീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.